പട്രോളിംഗിനിടെ കോഴിക്കോട് കസബ സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെ ആക്രമണം. പൊതുസ്ഥലത്തെ മദ്യപാനം തടഞ്ഞതിനുള്ള വിരോധത്തിൽ 3-അംഗ സംഘം ആക്രമിച്ചു. സീനിയർ CPO രഞ്ജിത്ത്, CPO അനൂപ് ലാൽ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, വീണ്ടും ഈ പോലീസുകാർക്ക് നേരെയും ആക്രമണം കടുക്കുന്നു എന്നുള്ളതാണ്. അവരെ പോലും പേടിയില്ലാത്ത ആളുകൾ അത്തരം സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ലഹരി എത്രത്തോളം മാരകമാണ്, ഒപ്പം ലഹരി ഉപയോഗിച്ചാൽ പിന്നീട് ചുറ്റുമുള്ള ആളുകളെ ഒന്നും തിരിച്ചറിയുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ടാണ് 3 മണിയോടെ കസബ സ്റ്റേഷനിലെ 2 പോലീസുകാർ മഫ്റ്റിയിൽ ഈ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തുന്നു. അതിനിടയിൽ ഈ വഖഫ് ബോർഡ് ബിൽഡിങ്ങിന് സമീപത്ത് വെച്ച് 3 പേർ പരസ്യമായി റോഡരികിലിരുന്ന് മദ്യപിക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ ഒരാളുടെ മേൽവിലാസവും ഒപ്പം തന്നെ പേരും മേൽവിലാസവും എഴുതിയെടുക്കുകയും അവരോട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനിടയിൽ ചില വാക്കേറ്റം പരസ്പരം ഉണ്ടാകുന്നുണ്ട്. പോലീസുകാരും അതോടൊപ്പം തന്നെ ഈ മദ്യപന്മാരും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. ഈ 3 മണിക്ക് ഇവരോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. പിന്നീട് വീണ്ടും ആ ഭാഗങ്ങളിൽ തന്നെ ഈ മഫ്റ്റിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് ഏതാണ്ട് ഒരു 4 മണി മുതൽ 4 മണി 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 3-അംഗ സംഘം പിന്നീട് ഒരു ഓട്ടോയിൽ ഇവിടേക്ക് എത്തുകയും ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത്, ഒപ്പം തന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ അനൂപ് ലാൽ എന്നിവരെ ആദ്യം ഓട്ടോ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവർ രണ്ടുപേരും 2 വഴിക്ക് മാറിയതുകൊണ്ട് തന്നെ അപകടമുണ്ടായില്ല. തൊട്ടു പിന്നാലെ ഈ ഓട്ടോയിൽ നിന്നും 3 പേരും പുറത്തേക്ക് ഇറങ്ങുകയും ഇവരെ ക്രൂരമായി, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അവിടെ നിന്നും ഇവർ ആദ്യം കടന്നു കളയുകയും ചെയ്തു. പക്ഷേ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ആദ്യം അഡ്രസ്സ് വാങ്ങിയ ഈ കക്കോടി സ്വദേശിയായ ഹാഷിമിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇനി 2 പേരെ കൂടി ഈ സംഭവത്തിൽ കൂട്ടുപ്രതികളായ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ പരിക്കുകൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കേറ്റ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി.